പ്രമാദമായ നടിയെ ആക്രമിച്ച കേസ് അതിന്റെ വിധി പ്രസ്താവനത്തിലേക്ക് കടക്കാനിരിക്കെയാണ്. കേസിലെ എട്ടാം പ്രതിയായ ദിലീപിന്റെ വിധി എന്താകും എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. വിധി ദിലീപിന് അനുകൂലമായാൽ അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതത്തിൽ വലിയ ആശ്വാസമാകും എന്നതിൽ സംശയമില്ല. കാരണം ഈ കേസിന് പിന്നാലെ അത് ഏറ്റവും കൂടുതൽ ബാധിച്ചത് അദ്ദേഹത്തിന്റെ സിനിമകളിലാണ്. ഒരു കാലത്ത് മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും ചിത്രങ്ങൾ പോലും തിയേറ്ററിൽ പരാജയപ്പെട്ടപ്പോൾ തുടർ വിജയങ്ങളുമായി തിയേറ്ററിലേക്ക് ആളെ കയറ്റിയ ദിലീപിന്റെ സിനിമകളായിരുന്നു. ആ വിജയത്തിന്റെ ബലത്തിലാണ് ദിലീപ് മലയാള സിനിമയിൽ ഏറ്റവും വലിയ സ്വാധീന വ്യക്തികളിൽ ഒരാളായി മാറിയത്. എന്നാൽ നടിയെ ആക്രമിച്ച കേസ് എല്ലാം മാറ്റിമറിച്ചു. ഉയരത്തിൽ നിന്ന് ദിലീപ് പൊടുപൊടുന്നനെ താഴെ വീണു. ദിലീപിന്റെ സിനിമകളും തിയേറ്ററിൽ കൂപ്പുകുത്തി. നടിയെ ആക്രമിച്ച കേസിൽ 2017 ജൂലൈയിലാണ് ദിലീപ് അറസ്റ്റിലാകുന്നത്. അതിനു മുമ്പ് ദിലീപ് അഭിനയിച്ച ചിത്രമായിരുന്നു രാംലീല. പൊളിറ്റിക്കൽ ത്രില്ലറായി ചിത്രത്തിൽ ട്രെയിലർ ദിലീപ് അറസ്റ്റിലാകുന്ന ദിവസത്തിലായിരുന്നു പുറത്തിറങ്ങിയത്. ദിലീപിന്റെ അന്നത്തെ സാഹചര്യത്തോട് വളരെ ചേർന്ന് നിൽക്കുന്ന സിനിമയുടെ ഭാഗങ്ങൾ ചേർത്തായിരുന്നു ട്രെയിലർ പുറത്തിറക്കിയത്. കുറ്റവാളി ഞാനായിരിക്കും എന്ന് എന്തോ നിർബന്ധമുള്ളതുപോലെ എന്ന ട്രെയിലറുടെ ഡയലോഗ് അന്ന് വലിയ ഹിറ്റായി മാറി. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെതിരെ ശക്തമായ ആരോപണം നിലനിൽക്കുന്ന സമയത്തായിരുന്നു അത്. ദിലീപ് ജയിലിൽ കിടക്കുമ്പോൾ തന്നെയായിരുന്നു രാംലീല റിലീസ് ചെയ്തത്. 2017 സെപ്റ്റംബറിലാണ് ചിത്രം പുറത്തിറങ്ങിയത്. ചിത്രം വലിയ ഹിറ്റായി മാറുകയും ചെയ്തു രാംലീല. ദിലീപിന്റെ ഏറ്റവും വലിയ പരമാരി ചിത്രങ്ങളിൽ ഒന്നായി മാറിയ രാംലീല വിവാദങ്ങൾക്കിടയും വലിയ വിജയമായി. ഇത് പ്രൊഫഷണൽ ജീവിതത്തിൽ ദിലീപ് അന്ന് നൽകിയ ആശ്വാസം വലുതൊന്നുമല്ലായിരുന്നു. എന്നാൽ പിന്നീടിറങ്ങിയ ഒരു ദിലീപ് ചിത്രം പോലും തിയേറ്ററിൽ വിജയമായില്ല. കേസിൽ ദിലീപിനെതിരെ പുറത്തു വന്ന പല തെളിവുകളും പൊതുജനത്തിൽ ഒരു വിഭാഗം പേരെങ്കിലും തിയേറ്ററിൽ എത്തിക്കുന്നതിൽ നിന്ന് അകറ്റി. റിമാൻഡിന് ശേഷം ഒക്ടോബറിൽ ജാമ്യത്തിലിറങ്ങിയ ദിലീപ് വീണ്ടും സിനിമകളിൽ സജീവമായി. പീരിയോഡിക് ഡ്രാമ ഇറങ്ങിയ കമാര സംഭവമായിരുന്നു ദിലീപിന്റെ ജാമ്യത്തിലിറങ്ങിയ ശേഷം റിലീസ് ചെയ്ത ആദ്യ സിനിമ. മുരളീഗോപി രചന നിർവഹിച്ച ഈ ചിത്രം ശ്രദ്ധിക്കപ്പെട്ടില്ലെങ്കിലും തിയേറ്ററിൽ ചലനമുണ്ടാക്കിയില്ല. 2019 കുറെ കൂടി ദിലീപ് പൊതുവേദികളിലും സിനിമകളിലും സജീവമായി. എന്നാൽ ഹിറ്റാകുന്ന ഒരു സിനിമ പോലും ദിലീപിന്റെ ആ വർഷം എത്തിയില്ല. കോടതി സമരം, ബാലം വക്കീല്, ശിവരാത്രി, ജാക്ക് ഡാനിയൽ എന്നീ സിനിമകൾ ദയനീയമായി പരാജയപ്പെട്ടു. കുട്ടികളുടെ ചിത്രമായി എത്തിയ മൈസാന്യം ശ്രദ്ധിക്കപ്പെട്ടില്ല. അതിനിടെ കോവിഡ് വ്യാപനം മലയാള സിനിമയെ ഒന്നാകെ ബാധിച്ചു. തിയേറ്റർ റിലീസിന് പകരം സിനിമ റിലീസ് ചെയ്യുന്ന കാലമായിരുന്നു അത്. ആ സമയത്ത് ദിലീപിന്റെ സന്തന സഹചാരിയും നടനും ദീർഘകാല സുഹൃത്തുമായ നാദിർഷ പുതിയ സിനിമ പ്രഖ്യാപിച്ചു. നാദിർഷയുടെ സംവിധാനം, നായകനായ ദിലീപിന്റെ വ്യത്യസ്ത ഗെറ്റപ്പ്, നായിക ഉർവശി തുടങ്ങിയ വലിയ ഹൈപ്പോടെത്തിയ കേശു ഈ വീണ്ടും നാഥൻ എന്ന ചിത്രം റിലീസ് ചെയ്യുന്നത്. എന്നാൽ ഈ സിനിമയ്ക്കും പരാജയം രുചിക്കുകയായിരുന്നു വിധി. മാത്രമല്ല പഴകിയ കോമഡിയും മറ്റ് ചിത്രങ്ങളിലെ വിമർശനവും വരുത്തി. 2022 തട്ടാശ്ശേരിക്കുട്ടൻ എന്ന ചിത്രത്തിന് ഒരു കാമിയോ വേഷത്തിലും നിർമ്മാതാവും ദിലീപ് സാന്നിധ്യം അറിയിച്ചു. പിന്നീട് 2023 ഏറെ പ്രതീക്ഷയോടെ എത്തിയ ദിലീപ് ചിത്രമായിരുന്നു ബാന്ദ്ര. തെന്നിന്ത്യൻ താരസുന്ദരി തമന്ന നായികയായി എത്തിയ ചിത്രം തിയേറ്ററിൽ മൂക്കും കുത്തി വീണു. വോയിസ് ഓഫ് സത്യനാഥൻ, തങ്കമണി, പവി കെയർടേക്കർ എന്നീ ചിത്രങ്ങൾ റിലീസായെങ്കിലും തിയേറ്ററിൽ യാതൊരു ചലനവും ഉണ്ടാക്കിയില്ല. ഈ വർഷം പുറത്തിറങ്ങിയ പ്രിൻസ് ആൻഡ് ഫാമിലിയാണ് ദിലീപിന്റെ അവസാനം ഇറങ്ങിയ സിനിമ. മറ്റ് സിനിമകളെ അപേക്ഷിച്ച് തിയേറ്ററിൽ നിന്ന് തരക്കേടില്ലാത്ത പ്രചരണം പ്രിൻസണിന് ലഭിച്ചു. ഈ കേസിൽ വിധി പ്രസ്താവനയ്ക്ക് ശേഷം ഫാ എന്ന സിനിമയാണ് ദിലീപിന്റെ പുറത്തിറങ്ങാനുള്ളത്. മോഹൻലാലും ഇതിൽ അതിഥി വേഷമായി എത്തുന്നുണ്ട്.